നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമധാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമധാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരോൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഗതം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ. പ്രശാന്താത്മാ വിഗതഭീഃ ബ്രഹ്മചാരി വ്രതേ സ്ഥിതഃ ബ്രഹ്മചാരിവ്രതേ സ്ഥിതഃ മനഃ സംയമ്യ മच्चित्तः മനഃ സംയമ്യ മच्चित्तः യുക്ത ആസീത മത്പരഃ യുക്ത ആസീദ മത്പരഃ പ്രശാന്താത്മാ വിഗതഭീഃ പ്രശാന്താത്മാ വിഗതഭീഃ ബ്രഹ്മചാരി വ്രതേ സ്ഥിതഃ ബ്രഹ്മചാരിവ്രതേ സ്ഥിതഃ മനഃ സംയമ്യ മच्चित्तः മനഃ സംയമ്യ മच्चित्तः യുക്ത ആസീത മത്പരഃ യുക്ത ആസീദ മത്പരാം. പ്രശാന്ത ആത്മാ, അതായത് സാപേക്ഷികമായി മനസ്സിൽ യാതൊരു വിധത്തിലുള്ള വിക്ഷേപവും ഇല്ലാതെ പ്രശാന്താത്മ, അതായത് നാം ഇങ്ങനെ ഇരിക്കുക മാത്രമല്ല, മറിച്ച് നമ്മുടെ മനസ്സിന് പൂർണ്ണമായിട്ടും ഒരു സ്വാസ്ഥ്യമുണ്ട്. അത് ഇതര വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ഭാവിയെക്കുറിച്ചിട്ടുള്ള പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നില്ല. തൻ്റെ ഉദ്ദേശത്തെ മാത്രം ചിന്തിച്ചുകൊണ്ട്, അതായത് തൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ കാണാൻ പോകുന്നതായിട്ടുള്ള, ദർശിക്കാൻ പോകുന്നതായിട്ടുള്ള പരമമായ ശാന്തിയെ ആവഹിച്ചുകൊണ്ട് പ്രശാന്താത്മ വിഗത ഭീ, ഭീ ഭയം, വിഗത ഭീ എല്ലാ ഭയങ്ങളും അകത്തിക്കൊണ്ട് മാറ്റിക്കൊണ്ട്, അതായത് എവിടെയാണോ നമുക്ക് രാഗം, ആസക്തി, മമത്വം, അവിടെ ഭയമുണ്ടാവും. എവിടെയാണോ രാഗമില്ലാത്തത് അവിടെ നമുക്ക് ഭയമുണ്ടാവുകയില്ല. അതിനാൽ മനസ്സിന്റെ അനുരക്തി, അനുരാഗം ഏതെങ്കിലും ധനത്തിനെ കുറിച്ചോ, ഇഷ്ടപ്പെട്ട പദാർത്ഥങ്ങളെ കുറിച്ചോ, ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളെ കുറിച്ചോ, ഇഷ്ടപ്പെട്ട വ്യക്തികളെ കുറിച്ചിട്ടുള്ളതായിട്ടുള്ള ചിന്തയാണ് നമ്മൾ നിന്ന് അകന്നു പോകുമോ, പൊസസീവ് ഫീലിംഗ്, ഈ ഭാവം അതൊന്നും ഇല്ലാതെ ഈശ്വരനോട് മാത്രമാണ് ഇപ്പോൾ എനിക്ക് താദാത്മ്യം, ആസക്തി. അതിനാൽ സർവഭയങ്ങളിൽ നിന്നും മുക്തനായി പ്രശാന്താത്മാ വിഗതഭീഹി ബ്രഹ്മചാരി വ്രതേ സ്ഥിത. ധ്യാനിക്കുന്നതായിട്ടുള്ള പരിശീലകൻ ധ്യാനത്തിൽ തികച്ചും ബ്രഹ്മചര്യവ്രതം പാലിക്കണം. ബ്രഹ്മണി പരമമായിട്ടുള്ള സത്യത്തിൽ ചരിതം ശീലം യസ്യ, പരമമായിട്ടുള്ള സത്യത്തിൽ മനസ്സിനെ ശീലിപ്പിക്കുവാൻ ആരാണോ ശ്രമിക്കുന്നത്, മനസ്സിനെ നിലനിർത്തുവാൻ ആരാണോ ശ്രമിക്കുന്നത്,
അവനാണ് ബ്രഹ്മചാരി. അതായത് ധ്യാനത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള ആള് ശാരീരികമായിട്ടുള്ള സുഖഭോഗങ്ങളിലുള്ള ഒരു ചിന്തയ്ക്കും വിധേയമാവരുത്. അതുകൊണ്ട് ഗീതാശ്രോതാക്കളോടൊക്കെ നിത്യബ്രഹ്മചര്യത്തെ വരിക്കാൻ പറയുകയല്ല. ഓർമ്മിക്കണം, ഇത് അർജുനനോടാണ് പറയുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും ശീലിക്കേണ്ടതായിട്ടുള്ളതാണ്. ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും ഈ ഭാവത്തെ ഉൾക്കൊള്ളണമെങ്കിൽ അവർ വിഹരിക്കുന്നതായ രംഗങ്ങളിൽ നിന്നും കുറച്ച് മാറി നിൽക്കേണ്ടിയിരിക്കുന്നു. ജീവകാലങ്ങളിൽ അതിശക്തമായിട്ടുള്ള ഇച്ഛയാണ് ലൈംഗികമായിട്ടുള്ള അഭിനിവേശം. പ്രജകൾ വംശവിച്ഛിത്തിയില്ലാതിരിക്കുന്നതിന് വേണ്ടി ഈശ്വരൻ തന്നെ നൽകിയതായിട്ടുള്ള ഒരു വരമാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതാണ് 4 പുരുഷാർത്ഥങ്ങൾ. ധർമ്മത്തിൽ അധിഷ്ഠിതമായി നിങ്ങൾ അർത്ഥത്തെ ആർജിക്കണം. ധർമ്മത്തിൽ അധിഷ്ഠിതമായി നിങ്ങൾ കാമത്തെ ആർജിക്കണം. ധർമ്മവും അർത്ഥവും കാമവും കൊണ്ട് നിങ്ങൾ തൃപ്തരാവുകയില്ല. അതുകൊണ്ട് നിങ്ങൾ അവശ്യമായി എത്തിച്ചേരേണ്ടതായിട്ടൊരിടമാണ് മോക്ഷം, സ്വാതന്ത്ര്യം. അത് ധർമ്മത്തെക്കാൾ നിങ്ങളെ ആനന്ദത്തിലെത്തിക്കും, അർത്ഥത്തെക്കാൾ നിങ്ങളെ സുരക്ഷിതത്വത്തിലോട്ട് എത്തിക്കും, കാമത്തെക്കാൾ നിങ്ങളെ പരമാനന്ദത്തിലെത്തിക്കും. ഭട്ടതിരിപ്പാട് പറയുന്നത് പോലെ പരമസുഖരസാസ്വാദ് രോമാഞ്ചിതാംഗൈ. പരമസുഖം, അങ്ങ് എന്റെ മുമ്പിൽ കാണുന്നതായിട്ടുള്ള ഈ തേജോരൂപം സാധാരണ സുഖമല്ല, പരമമായ സുഖം. അതായത് ഈ പരമമായ സുഖത്തിൽ അനുഭവിക്കുന്ന ആൾ ഇല്ല, അനുഭവിക്കുന്ന ആൾ ഇല്ലാത്തതായ ഒരനുഭവം. ആസ്വാദകൻ ഇല്ലാത്ത ആസ്വാദ്യത, അതാണ് ധ്യാനത്തിൽ. ബാക്കിയുള്ളതായിട്ടുള്ള സുഖങ്ങളൊക്കെ തന്നെ അവസാനിക്കും, നമ്മെ വിട്ടുപിരിയും. അതുകൊണ്ട് ഋഷീശ്വരന്മാർ, നമ്മുടെ ആചാര്യന്മാർ ലൗകികങ്ങളായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ അറിയാത്തവരല്ല. ക്ഷേത്രത്തിലോട്ട് പോകുന്നതായിട്ടുള്ള ഭക്തൻ തന്നെ ക്ഷേത്രഭിത്തികളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അനവധി ശാരീരിക സുഖങ്ങളുടേതായ രീതികളെ കുറിച്ച് കൽപ്പന ചെയ്തിരിക്കും. എന്ന് വെച്ചാൽ ഇതൊക്കെ അസ്ഥിരമാണ്, ഇതൊന്നും സ്ഥിരമല്ല, ഇതൊക്കെ വന്നും പോയിക്കൊണ്ടും ഇരിക്കുന്നതാണ്, നമുക്കൊരിക്കലും ഇത് സമാധാനം തരികയില്ല, ഇതിനേക്കാൾ ഉപരിയാണതാ ഇവിടെ ഇരിക്കുന്നതായിട്ടുള്ള സത്യം എന്ന് കാണുന്നതായിട്ടുള്ള സമയത്ത് സമസ്ത ജീവിത യാഥാർത്ഥ്യങ്ങളെയും അംഗീകരിച്ചു കൊണ്ടാണ് ആധ്യാത്മികമായിട്ടുള്ള സാഹിത്യം മുന്നോട്ട് പോയിരിക്കുന്നത്. അവയെ അവഗണിച്ചിട്ടോ അവയെ അറിയാഞ്ഞിട്ടോ അല്ല. അത് വളരെ വളരെ പ്രായോഗികമായിട്ടുള്ള തത്വശാസ്ത്രമാണ്. അർജുനോട് ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? അദ്ദേഹം തീർത്ഥയാത്ര പോകുമ്പോൾ പോലും പല കാര്യങ്ങളും ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അതാത് കാലങ്ങളിൽ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് അനുസരിച്ച് അതാത് വൃത്തികൾ എല്ലാവർക്കും ഉണ്ടാവും. ഇവിടെ ആർക്കെങ്കിലും കാമവൃത്തികൾ ഇല്ലാത്തവരുണ്ടോ? ഈ വക്താവ് അടക്കം സമസ്ത ജനങ്ങൾക്കും അതാത് കാലങ്ങളിൽ അതാത് വൃത്തികൾ ഉണ്ടാവും. അത് ഈശ്വര നിശ്ചയമാണ്. അഥവാ നിങ്ങൾക്ക് അങ്ങനെയുള്ള വിചാരങ്ങളുണ്ടെങ്കിൽ എന്തോ ശരീരത്തിന്റെ ആരോഗ്യത്തിന് തകരാറുണ്ടെന്ന് അർത്ഥം. സംശയമൊന്നുമില്ല. ഗീതയുടെ വശ്യത ഇതാണ്, ഗീതയുടെ പ്രായോഗികത ഇതാണ്. അതിനാൽ ധ്യാനസ്ഥനായിട്ടുള്ള മനുഷ്യൻ ധ്യാനം പരിശീലിക്കുന്നതായിട്ടുള്ള സമയത്ത് അവന്റെ മനസ്സ് ഗതകാലങ്ങളിലോട്ട്, അനുഭവങ്ങളിലോട്ടും അതുപോലെ തന്നെ വരാൻ പോകുന്നതായ പ്രതീക്ഷകളിലോട്ടും പോകും. അതിനെ പോവാൻ അനുവദിക്കാതെ ബ്രഹ്മചാരി വ്രതേ സ്ഥിത. ധ്യാനം പരിശീലിക്കുന്നതായിട്ടുള്ള ആള് ലൈംഗികമായിട്ടുള്ള എല്ലാ വൃത്തികളിൽ നിന്നും വിമോചിതമാവണം. വിമോചിതമാവാനുള്ള ശ്രമം തുടരണം. പ്രശാന്താത്മാ വിഗതഭീഹി ബ്രഹ്മചാരി വ്രതേ സ്ഥിത മനസ്സംയമച്ചിത്ത. ഇനി ആ ഓരോ ചിന്തയായിട്ട് മാറ്റാൻ പോകരുത്. അത് ഏറ്റവും പ്രധാനം. ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ അത് തന്നെയായിരിക്കും വരിക. നോക്കിയിട്ടുണ്ടോ? കഷണ്ടി പോവാനുള്ള മരുന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? അത് ദിവസവും തേക്കുന്ന സമയത്ത് കഷണ്ടിയെക്കുറിച്ചേ ചിന്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് ആ മരുന്ന് ശീലിക്കാൻ തുടങ്ങിയാലോ, അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് വരുന്ന അതായിരിക്കും. ഇന്ന മരുന്നാണ്, അത് ചെയ്യാൻ മതി എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇങ്ങനെ ചിന്തിക്കുകയെന്ന് വെച്ചാൽ
അതാണ്. കാരണം ആ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള തൃഷ്ണ നമുക്ക് ഉണ്ടാവും. ബോർഡ് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ഇതാ ഇവിടെ തുപ്പു എഴുതി വെച്ചാൽ മതി. എന്തിനു തുപ്പണം? അവിടെ തുപ്പില്ല, അപ്പുറത്ത് പോയി. എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതായത് നാം ഈ ചിന്ത അല്ല ചെയ്യേണ്ടത്. അതായത് ബ്രഹ്മചാരിവ്രതം നമുക്ക് ജീവിതത്തിൽ പ്രായോഗികമാക്കണമെങ്കിൽ മനസ്സംയമച്ചിത്ത, എന്നിൽ ചിത്തം സമർപ്പിക്കണം. അതാണ് മന സംയമനം കൃത്വ, മനസ്സിനെ നിയന്ത്രിച്ച് മച്ചിത്ത, അതായത് നിങ്ങളുടെ ചിത്തം എനിക്ക് വേണ്ടി സമർപ്പിക്കുക. എനിക്ക് വേണ്ടി സമർപ്പിക്കുക എന്ന് വെച്ചാൽ സമസ്ത ശരീരങ്ങളിലും ഉള്ളതായിട്ടുള്ള ചൈതന്യമാണ് ഇവിടെ ശ്രീകൃഷ്ണ പരമാത്മാവ്. അദ്ദേഹം അർജുനന്റെ സാരഥി മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും സാരഥിയാണ്. ജഗത് എന്ന രഥത്തെ മുന്നോട്ട് നയിക്കുന്ന സാരഥിയാണ് അദ്ദേഹം. ജഗദീശ്വരനാണ്. പാർത്ഥന് പൃഥയുടെ പുത്രൻ എന്നർത്ഥം. ഭൂമിദേവി, കുന്തിദേവിയുടെ പര്യായം എന്നുവെച്ചാൽ ഈ ഭൂമണ്ഡലത്തിലെ സമസ്ത ജീവജാലങ്ങളുടെയും നാഥൻ തന്നെയാണ് അദ്ദേഹം, പാർത്ഥസാരഥി. അദ്ദേഹം ഒരേ സമയം ലക്ഷ്യവും അതേസമയം മാർഗവുമാണ്. ഉദ്ധവനോട് ഗീതയിൽ ഭാഗവതത്തിൽ അദ്ദേഹം പറയുന്നു, ആചാര്യം മാം വിജാനിയാത് എന്ന്. ആചാര്യനെ ഞാനെന്ന് ധരിച്ചാലും, ഞാനെന്ന് വെച്ചാൽ ലക്ഷ്യം, ജീവിത ലക്ഷ്യം. അദ്ദേഹം ലക്ഷ്യവുമാണ്, അതേസമയത്ത് മാർഗവുമാണ്. ഇത് ഗീതാചാര്യന്റെ ഒരു സവിശേഷതയാണ്. മറ്റുള്ള എല്ലാ ആചാര്യന്മാരും നമുക്ക് ലക്ഷ്യത്തെ പ്രദർശിപ്പിക്കുകയാണ്, ലക്ഷ്യത്തെ കാണിക്കുകയാണ്. ഇവിടെ ലക്ഷ്യത്തെ കാണിക്കുന്ന ആൾ തന്നെയാണ് ലക്ഷ്യം എന്ന് പറയുന്നു. ഇതിനേക്കാൾ ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ഗുരു നമുക്ക് വരാനുണ്ടോ? ഇല്ല, ഒരിക്കലും വരാനില്ല. സ്വാഭാവികമായിട്ടും മനസ്സംയമ മച്ചിത്ത, ഈശ്വരനിൽ ചിത്തം സഞ്ചരിക്കുമ്പോഴാണ് മറ്റുള്ള എല്ലാവിധത്തിലുള്ള ചിന്തകളിൽ നിന്നും മനസ്സ് മാറുന്നത്. അതുവരെ മാറുകയില്ല. യുക്ത ആസീത മത്പര, യുക്ത ഈ ധ്യാനം പരിശീലിക്കുന്നതായിട്ടുള്ള ആള്, മത്പര എന്നെ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട്. രണ്ടു തരത്തിൽ, ഒന്ന് അദ്ദേഹത്തിനെ ആശ്രയിക്കുന്നു, രണ്ട് അദ്ദേഹത്തിൽ ചിത്തം നിർത്താൻ ശ്രമിക്കുന്നു. ആശ്രയിക്കുന്നതായിട്ടുള്ള സമയത്ത് നമ്മളുടെ പരിശ്രമത്തിൽ നമുക്ക് അഹങ്കാരം ഉണ്ടാവുകയില്ല. ഈശ്വര അനുഗ്രഹം കൊണ്ട് തന്നെയാണ് നാം പ്രവർത്തിക്കുന്നത്. പക്ഷെ നാം പ്രവർത്തിക്കുമ്പോൾ അത് എന്റെ ശ്രമം എന്ന് ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. ആ ശ്രമവും ഈശ്വര അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. നേരത്തെ തന്നെ പറയുകയുണ്ടായി, നിങ്ങൾ തന്നെ നിങ്ങളെ സമുദ്ധരിക്കൂ എന്ന്. വേറെ ആർക്കും നിങ്ങളെ സമുദ്ധരിക്കുവാൻ സാധിക്കുകയില്ല. സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ ശ്രമത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ആ ശ്രമത്തിൽ അഹങ്കരിക്കാതെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. തുടർന്ന് ബാക്കി ജഗദീശ്വരൻ ഏറ്റെടുത്തോളും എന്നർത്ഥം. അദ്ദേഹത്തിന് മാത്രമേ നമ്മെ നമ്മളിലോട്ട് നയിക്കുവാൻ, പദാർത്ഥത്തിലുള്ള സ്വരൂപത്തിലോട്ട് നയിക്കുവാൻ സാധിക്കുള്ളൂ. നദി സമുദ്രത്തിൽ സംഗമിക്കുന്നതായിട്ടുള്ള സമയത്ത് സമുദ്രമാണോ നദിയെ സ്വീകരിക്കുന്നത്, അതോ നദിയാണോ ചെന്ന് സമുദ്രത്തിൽ ചാടുന്നത് നമുക്കറിയാൻ സാധ്യമല്ല. ആ സംഗമം രണ്ടും ഒന്നാകുന്നു, ഏകമാകുന്നു. അതുപോലെ തത്വത്തെ അറിയുവാൻ അഭിനിവേശം കൊണ്ടതായിട്ട് മനുഷ്യഹൃദയം തന്റെ മനസ്സിനെ ആ പരമമായ ലക്ഷ്യവുമായിട്ട് താതാത്മ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതായിട്ടുള്ള സമയത്ത് അവനല്ലാതാവുന്നു. അവനുള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നതായ അനന്തമായ ശക്തികൾ ഉദ്ദീപിക്കപ്പെടുന്നു. മനുഷ്യന് അമാനുഷികമായിട്ടുള്ള ഭാവത്തിലോട്ട് ഉയരുന്നു.
അവനിലുള്ള അവന്റെ ദിവ്യത അവന് ബോധ്യമാകുന്നു എന്നർത്ഥം. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഇലക്ട്രിക് പോസ്റ്റ് ഇടുക, വയർ വലിക്കുക, ഇതെല്ലാം ആയാസകരമായിട്ടുള്ള പണിയാണ്. പക്ഷേ ലൈൻ ചാർജ് ചെയ്യുമ്പോൾ എവിടെ നിങ്ങൾ ചാർജ് ചെയ്ത ഉടനെ അത് എല്ലാവിടെയും എത്തുന്നു. അതുപോലെ ഈ പറഞ്ഞതായിട്ടുള്ള പദങ്ങളൊക്കെ തന്നെ നമ്മെ ആ പരമമായിട്ടുള്ള അനുഭവത്തിൻ്റെ ഔന്നത്യത്തിലോട്ട് ഒരുക്കാനുള്ള രീതികളാണ്, ഒരുക്കങ്ങളാണ്. യഥാർത്ഥത്തിൽ ധ്യാനം ഒരേ സമയം ക്രിയയും ഒരേ സമയം അത് നാമവുമാണ്. നൗൺ ആൻഡ് വെർബ്. ധ്യാനം, ധ്യാനിക്കുക എന്നുള്ളത് ക്രിയയാണ്, പക്ഷെ അതൊരു സ്ഥിതിയാണ്. ആ സ്ഥിതിയെ നാം മനസ്സിലാക്കുകയാണ്. നമ്മുടെ സമസ്ത പരിശ്രമങ്ങളും അതോടുകൂടി ഇല്ലാതാവും. ഇതിലുപരി ഒന്നും നമുക്ക് നേടാനില്ല. ഇത്രയും പ്രായോഗികമായിട്ട് മനുഷ്യനെ ക്രമപ്രകാരം നയിക്കുന്നതിന് വേറെ ഒരു നിർദ്ദേശവും എവിടെയും കാണുന്നില്ല. ഉപനിഷത്ത് സാഹിത്യത്തിൽ പോലും ഭഗവാൻ ശ്രീകൃഷ്ണൻ 6-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന തരത്തിലുള്ളതായ നിർദ്ദേശങ്ങൾ ഇല്ല. മാത്രമല്ല, മനുഷ്യനെ ഇത്രത്തോളം മനസ്സിലാക്കുന്നതായ ഒരു ശക്തി ഈശ്വരനെ പോലെ ഇല്ലതാനും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾക്കൊക്കെ തന്നെ ഒരു വശ്യതയുണ്ട്. ഇതിനേക്കാൾ ശ്രേഷ്ഠമായി ആർക്കും ഒന്നും പറയാൻ സാധ്യമല്ല. ഇനിയും തുടർന്ന് ഏതൊക്കെ പ്രകാരമാണ് നാം മുന്നോട്ട് പോകേണ്ടത് എന്ന് ഭഗവാൻ വിവരിക്കുന്നു. അങ്ങനെ ഇതിന് ശേഷം ഏത് പ്രകാരം നമ്മുടെ മനസ്സിനെ അങ്ങോട്ടേക്ക് നയിക്കുക എന്നും മറ്റും വിസ്തരിച്ച് പറയുന്നതായിട്ടുള്ള ഭാഗം നാളെ നമുക്ക് വിശദമായിട്ട് കാണാം. ഒരു അഭ്യർത്ഥനയുണ്ട് എനിക്ക്. അതായത് ഈ 21 ദിവസത്തെ യജ്ഞത്തിൽ നാം കഴിഞ്ഞ ഞായറാഴ്ച അഖണ്ഡനാമം കണ്ടു. മറ്റന്നാൾ ഞായറാഴ്ചയാണ് മകരസംക്രമം, ഉത്തരായണത്തിൻ്റെ ആരംഭവുമാണ്. അതിപാവനമായിട്ടുള്ള ഒരു ദിവസമാണ്. കുംഭമേളയൊക്കെ നടക്കുന്നത് കണ്ടല്ലോ ഇപ്പോൾ. അഭിമന്യ സ്വാമിചിന്മയാനന്ദജി 50കളിൽ യജ്ഞം നടത്തുന്നതായിട്ടുള്ള സമയത്ത് അനുവർത്തിച്ചു വന്ന ഒരു കർമ്മമാണ് മൃത്യുഞ്ജയ ഹോമം. അതായത് ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നതായിട്ടുള്ള നാം വൈദികങ്ങളായിട്ടുള്ള കർമ്മങ്ങളെയൊക്കെ ആദരിക്കുന്നു, നമ്മെ അവ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് അടുത്ത ഞായറാഴ്ച ഈ ജ്ഞാനയജ്ഞത്തോടനുബന്ധിച്ച് അഭിമന്യ സ്വാമിജി ആ കാലങ്ങളിൽ ചെയ്തതിനെ ആദരിച്ചുകൊണ്ട് നാം ഒരു മൃത്യുഞ്ജയ ഹോമം ഇവിടെ സംഘടിപ്പിക്കാൻ പോവുകയാണ്. 14-ാം തീയതി, മറ്റന്നാൾ. അത് യജ്ഞത്തിൻ്റെ ഒരു ഭാഗമാണ്, അഖണ്ഡനാമം പോലെ. അവർ അതിൽ ഭയപ്പെടാതിരിക്കട്ടെ. പ്രകൃതിയുടെ നിയമം എല്ലാവർക്കും അനുഗ്രഹമാവട്ടെ. ഒരിക്കലും ഒരാൾക്കും ദാരുണവും ദീനവുമായിട്ടുള്ള ആ ഭയാശങ്കകൾ ഉണ്ടാവാതിരിക്കട്ടെ. മാത്രമല്ല, നമുക്കും ആ ഒരു അനുഗ്രഹം വന്നു ചേരട്ടെ എന്നുള്ളതായൊരു വൈദിക ക്രിയയാണത്. അത് നാം മൃത്യുഞ്ജയ മന്ത്രത്തോടുകൂടെ ചെയ്യേണ്ടതാണ്. നാം അല്ല ചെയ്യേണ്ടതായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ നമ്മളെല്ലാവരും പങ്കെടുക്കണം. അതിനാൽ ഞായറാഴ്ച ഞാനതിൻ്റെ സമയവും മറ്റും നാളെ കൃത്യമായിട്ട് പറയാം. ഇന്ന് ഞാൻ പറയാനുള്ളത്, ഈ യജ്ഞത്തിൻ്റെ യജമാനന്മാർ നിങ്ങൾ തന്നെയാണ്. കാരണം യജ്ഞം ചെയ്യുമ്പോൾ യജമാനുണ്ട്. അതിൻ്റെ ഫലം സമസ്ത ജീവജാലങ്ങൾക്കുമാണ്. സമസ്ത ജീവജാലങ്ങൾക്കുമാകുമ്പോൾ നമുക്കും അതിൻ്റെ ഫലം വന്നു ചേരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ അതിൻ്റെ യജമാനനാവുമ്പോൾ നിങ്ങൾ തന്നെ അതിനു വേണ്ടതായിട്ടുള്ള ദ്രവ്യങ്ങളൊക്കെ കൊണ്ടുവരണം. ഈ യജ്ഞത്തിനുള്ളതായിട്ടുള്ള അല്പം കാരണം അത് നിങ്ങളുടേതാവാൻ വേണ്ടി ഈ കൊണ്ടുവരാൻ സാധിക്കുന്നവര് മാത്രം. അല്ലാത്തതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ചിന്മയ മിഷൻ തന്നെ സംഘടിപ്പിക്കും. ചിന്മയ മിഷൻ സംഘടിപ്പിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ അത് അതിൻ്റെ ഉടമസ്ഥൻ, അതിൻ്റെ യജമാനൻ നിങ്ങളായതുകൊണ്ട്. അപ്പോൾ ഓരോരുത്തരും അല്പം ചില ദ്രവ്യങ്ങൾ അത് കൊണ്ടുപോകാം. അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ രാഷ്ട്രത്തിനും സമസ്ത ജീവജാലങ്ങൾക്കും അത് ഉപകാരപ്രദമാകും. അന്ന് നാളെ വൈകുന്നേരം നിങ്ങൾ ബുക്ക് സ്റ്റാളിൽ ഏൽപ്പിക്കണം. ആരെങ്കിലും കൊണ്ടുവരുന്നുണ്ടെങ്കിൽ
അപ്പൊ ഏതൊക്കെയാണ് ദ്രവ്യങ്ങളെന്ന് ബുക്ക് സ്റ്റാളിൽ പോയാൽ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്തൊക്കെയാണ് ലിസ്റ്റ് എന്ന്. അപ്പൊ അത് ഓർമ്മിക്കുക. മറ്റന്നാൾ മൃത്യുഞ്ജയമന നാളെ ഇതിന്റെ ടൈം വ്യക്തമായിട്ട് പറഞ്ഞു തരാം. ഹരി ഓം.